അത് ഞങ്ങൾ ആലോചിച്ചിട്ട് വേണം. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആലോചിക്കണം, UDF-ലെ ഘടകകക്ഷികൾ തമ്മിൽ ആലോചിക്കണം, ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ട് പറയും. അല്ല, എന്തായാലും അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ. ഞങ്ങൾ വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവുമെന്ന് എത്രയും ഞാൻ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങൾ ചിരിച്ചു. ഇനിയും ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു ട്രെൻഡ് പുതുയുഗ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ്. 120-ലധികം സ്റ്റേജുകളിൽ ഞാൻ പങ്കെടുത്ത നിയോജക മണ്ഡലങ്ങൾ. ഒരു 100ഓളം സ്റ്റേജുകളിൽ CPM വിട്ട ആളുകൾ, ലോക്കൽ നേതാക്കൾ കോൺഗ്രസിലും മറ്റ് ഘടകകക്ഷികളിലും ചേരുകയാണ്. ഞാൻ തന്നെ എത്രയോ പേർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്. ഞങ്ങളൊക്കെ ഒരുപാട് ജാഥകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് CPM-ൽ നിന്ന് ഒരു ഇറോഷൻ, ഒരു ഒഴുക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് താഴെ തട്ടില്ല. അത് ഭയങ്കരമായി ഞങ്ങൾ അത്ഭുതപ്പെട്ടു. പല സ്ഥലത്തും അറിയപ്പെടുന്ന ലോക്കൽ നേതാക്കളാണ് പാർട്ടി വിട്ട് വരുന്നത്. ഇതൊരു പുതിയ ട്രെൻഡാണ്. ആളുകൾക്ക് മതിയായി. ഇത് ഈ ഭരണത്തിൻ്റെ സൗകര്യവും അതിൻ്റെ മറ്റൊന്നും അനുഭവിക്കാത്ത സാധാരണക്കാരായ പാർട്ടിക്കാരാണ്. നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്, അറിയപ്പെടുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ പോവുകയാണ് പാർട്ടിയിൽ നിന്ന്. ഇപ്പോൾ പാലക്കാട് കണ്ടില്ലേ, പാലക്കാട് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാർട്ടിക്കാരല്ലേ. എത്ര പേരാണ് പോയത്? എത്ര ആളുകളാണ് പോയത്? പയ്യന്നൂരിൽ എന്താണ് സംഭവിച്ചത്? പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ടയായ പയ്യന്നൂരിൽ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? പാർട്ടിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിത് എഴുതി വെച്ചോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയാണ് കേരളത്തിലെ CPM. അതാണ് പിണറായി, ഈ 10 വർഷത്തെ പിണറായി ഭരണത്തിൻ്റെ ബാക്കി പത്രം പാർട്ടിക്ക് കൊടുത്ത ഡാമേജാണ്. ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്ത് അനുനയ നീക്കമാണ്? പാർട്ടിയുടെ നടപടികളെയും തെറ്റായ കാര്യങ്ങളെയാണ് ഒരു മുതിർന്ന നേതാവ് വിമർശിച്ചിട്ടുള്ളത്. അത് ഞാൻ അവർ പറയട്ടെ, അവർക്ക് അഭിപ്രായം. അവർ പല കാര്യത്തിൽ അഭിപ്രായം പറയില്ലല്ലോ. ഗണേഷ് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ. അവളോടൊപ്പമാണോ അവനോടൊപ്പമാണോ മുഖ്യമന്ത്രി? അവളോടൊപ്പം എന്ന് പറയുകയും അവനോടൊപ്പം നിൽക്കുകയും ചെയ്യാണ്. യഥാർത്ഥത്തിൽ എന്തൊരു നിലപാടാണ്! ചന്ദ്രനിലേക്ക് പോവുക, തിരിച്ചും വരിക പറഞ്ഞാൽ കപ്പ് ഉയർത്തി ആ കപ്പ് ഉടഞ്ഞു പോയോ? മുഖ്യമന്ത്രി ഇനി ആ കപ്പുമായിട്ട് വരരുത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ കപ്പുമായിട്ട് ഇനി വരരുത്. ആ കപ്പുമായിട്ട് വന്നാൽ അദ്ദേഹം അപഹാസ്യനാവും. ഈ ഒരു വിഷയത്തിൽ CPM-ഉം മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? എത്ര ഗൗരവതരമായ ഒരു ആരോപണം വന്നിട്ടെടുത്ത നിങ്ങൾ നോക്കിക്കോ. അത് കോൺഗ്രസ്സൊക്കെ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവും. ഒരു വിഷയം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഈ CPM എടുക്കുന്ന നിലപാടും. പണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് പണ്ടുണ്ടായത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.